സാർ, ഞാൻ ഈ പറയുന്ന ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കേരള കോൺഗ്രസിനോട് ഒരു തരത്തിലുമുള്ള തർക്കത്തിനും പോകരുത്, ഒരു പ്രകോപനവും ചെയ്യരുത്. CPM നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലും കേരള കോൺഗ്രസിനെ പ്രകോപിപ്പിക്കരുത്. ആദ്യം ഞാൻ പറഞ്ഞത്, അതാ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്. പ്രത്യേക സാഹചര്യം, ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ പരിഗണിച്ച് അവരോട് കൂടുതൽ തർക്കത്തിനും പോകരുത്, പ്രകോപിപ്പിക്കുകയും ചെയ്യരുത്. അവരെന്താ ലോല ഹൃദയരാണോ? അല്ല, CPMന്റെ LDF സർക്കാരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം, അതാ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യം അത്ര നല്ല സാഹചര്യം അല്ലല്ലോ അവർക്ക്. CPM എന്ന് പറഞ്ഞാൽ CPMൻ്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ അതങ്ങോട്ട് വളരാൻ അനുവദിക്കത്തില്ല. വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ ചെറിയ വൃക്ഷങ്ങൾ കണ്ടിട്ടില്ലേ? വൃക്ഷമായാലും ചെറുതായിട്ടുള്ള അവർക്ക് അതിനൊന്നും വളർച്ചയില്ല, അതിൻ്റെയൊക്കെ വളർച്ച മുരടിക്കും. മുകളിലോട്ട് വളരാൻ പറ്റത്തില്ലല്ലോ. മറ്റതിൻ്റെ ശാഖകളും ഒക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുകയല്ലേ. CPIയുടെ കാര്യം ആലോചിച്ച് നോക്കാം. CPI ഈ പാർട്ടി CPM എന്നുള്ള ചവിട്ടും കുത്തുമേറ്റ് കിടക്കുന്നതിന് കയ്യും കണക്കുമില്ല, അറിയാമോ? നമുക്ക് കഷ്ടം തോന്നിപ്പോകും. അങ്ങോട്ടേക്ക് പോയ ഇവർക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ഇത് തന്നെയാണ്. പക്ഷെ അവർക്കറിയാമായിരുന്നു എന്നാലും പോയേക്കാം, കാരണം അധികാരം ഇല്ലാതെ അങ്ങോട്ട് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ലീഗിൻ്റെ വേറൊരു പകർപ്പാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അധികാരമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ലീഗ് അങ്ങനെയാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്, അധികാരമില്ലാതെ നിൽക്കുകയല്ലേ, ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത തവണ അധികാരത്തിൽ വരണം, ഇല്ലെന്നുണ്ടെങ്കിൽ മുഴുവട്ടാകും ലീഗുകാർക്കല്ല. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണിയെ ചാക്കിലാക്കി ഇപ്പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പിന്നാമ്പുറ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്നു എന്ന് CPM നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CPM താഴെ തട്ടിലേക്ക് നിർദ്ദേശം കൊടുത്തു, ഒന്ന് സോഫ്റ്റായിട്ട് നിൽക്കണം, ഒരു സോഫ്റ്റ് കോർണറിൽ നിർത്തിയേക്കുക, ഒന്നും അവരെ പറയരുത്, തലോടി നിർത്തിയാൽ മതി. കാരണം എപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് അറിയത്തില്ല. വലിയ ആദർശവും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക്. അപ്പുറത്തോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അങ്ങനെ നിൽക്കുകയാണ്. അൻവർ ഇപ്പോൾ സർക്കാരിനെതിരെ ചെയ്ത ഒരു ചെയ്തി വല്ലാത്ത ചെയ്തയാണ്. അതിപ്പം അവർക്ക് ഉള്ളിൽ നല്ല ഭയമുണ്ട്. കാരണം മലയോര കർഷകരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് അൻവർ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഇത്തരത്തിൽ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിനെ AK ശശീന്ദ്രനെയൊക്കെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം മലയോര കർഷകരുടെ പ്രശ്നം പാർലമെന്റിൽ അടുത്ത മീറ്റിംഗ് സഭയിൽ എന്തുകൊണ്ട് ഉന്നയിച്ചുകൂടാ, അല്ലെങ്കിൽ അപ്പോഴും പറഞ്ഞാൽ പോലെ ഇപ്പോഴും എന്തിന് പറഞ്ഞു എന്നുള്ള തരത്തിൽ AK ശശീന്ദ്രൻ ശരിക്കും മാണി വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഇനിയും ഒരു വിഷയം ഉണ്ടാക്കി കേരള കോൺഗ്രസ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് വല്ലാണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിക്കും എന്നുള്ളൊരു ഭയത്തിലല്ലേ ഇത്തരത്തിൽ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ഈ മലയോര കർഷകരോട് ഇപ്പോഴാണോ പ്രേമം തോന്നിയത്? കർഷകർക്ക് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ്. ഈ മലയോര കർഷകരും അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലുള്ളവരും ഒക്കെ ഈ വന്യജീവികളിൽ നിന്ന് നേരിടുന്ന ഒരു സംഘർഷം ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, കഴിഞ്ഞ വർഷങ്ങളായി അതിപ്പോൾ രൂക്ഷമായി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പാരമ്യത്തിൽ നിൽക്കുകയാണ്. എത്ര പേരെ ആന ചവിട്ടിക്കൊന്നു കണക്കുണ്ട്. ഒരു വർഷം ഇത്ര പേരെ കടുവ പിടിച്ചു, പുലി പിടിച്ചു, കാട്ടുപന്നികൾ വരുത്തിയ കൃഷിനാശം. കൃഷിയൊന്നും ആർക്കും ചെയ്യാൻ കഴിയുന്നില്ലെന്നേ. മലയോര കർഷകർ എന്ന് പറഞ്ഞാൽ അവരിത് ചെയ്താണ് അവരുടെ ഉപജീവനം എന്ന് പറയുന്നത്. അത് മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. വനാതിർത്തി കടന്നിങ്ങി ഇറങ്ങിയിരിക്കുകയല്ലേ. ഇതിനെ നമുക്ക് കൊല്ലാനോ ഒന്നും സാധിക്കത്തില്ല, വന നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി സഭ വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. സഭ വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതു ഇടങ്ങളിൽ വെച്ചാണ്. ഇത് LDF മുന്നണിക്കകത്ത് ഉന്നയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്താണ്, ജോസ് കെ മാണി വിഭാഗം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പതുക്കെ LDFുമായിട്ട് ഇടഞ്ഞ് ഇറങ്ങാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇടഞ്ഞിടഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ മലയോര കർഷകരോടുള്ള പ്രേമവുമായി LDFിൽ നിന്ന് ഇറങ്ങാനുള്ള വഴിയും
തുറന്നു കിട്ടി. അങ്ങനെ പതുക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചാട്ടം ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക്. അവിടെ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ സംബന്ധിച്ച് ഒരു തർക്കത്തിനും പോകണ്ട എന്നുള്ളതാണ് ഇപ്പോൾ CPM നേതൃത്വം പറയുന്നത്. കാരണം കേരള കോൺഗ്രസ് എന്തു പറയുന്നു അത്രയും സീറ്റുകൾ കൊടുക്കാൻ അവർ ബാധ്യസ്ഥരായി, അതായത് മാണിയുടെ മുമ്പിൽ കുമ്പിട്ടു എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ വരുന്ന വാർത്തകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതലും CPM ആണ് സീറ്റുകൾ നേടുന്നത്. നമ്മൾ അതിന് പിന്നെയുള്ള കാര്യങ്ങൾ പല തെരഞ്ഞെടുപ്പുകളും നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് ബ്ലോക്ക് ഓഫീസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതലും അടിത്തറയിലുള്ളവരുടെ പ്രവർത്തനം കാരണം കൂടുതലും LDF മുന്നേറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു മാണി വിഭാഗത്തിന് ആശ്വാസമായിരിക്കും, അവർ പോകാൻ സാധ്യതയില്ലല്ലോ അവിടെ. അങ്ങനൊന്നും ഒരുപാട് സീറ്റൊന്നും CPM ഒന്നും വിട്ടുകൊടുക്കത്തൊന്നുമില്ല. അവർക്ക് അവരുടെ ഒരു കണക്കുകൂട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണി ഇത്തരത്തിൽ ചാടാൻ നിൽക്കുമ്പോൾ വലിയ ബാർഗെയിനിങ് ഒന്നും നടക്കത്തുമില്ല. അത് CPMൻ്റെ പഴയ സ്വഭാവം തന്നെയാണ്. ഈ ലീഗ് എന്താണ് ഒരു കാലത്ത് LDFിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പോകാത്തതിൻ്റെ പിന്നിൽ എന്താണ്? അങ്ങനെ അങ്ങ് ചാടിപ്പോകത്തില്ല. കാരണം ലീഗിൻ്റെ ഈ ബാർഗെയിനിങ് ഒന്നും അവിടെ നടക്കത്തില്ല. ലീഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് തന്നെ ലീഗാണ്. അതൊന്നും അവിടെ നടക്കത്തില്ല. ലീഗ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 5 മന്ത്രിമാർ വേണം, 6 മന്ത്രിമാർ വേണം, അല്ലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് CPMൻ്റെ അടുക്കൽ അത് നടക്കുന്ന കാര്യം അല്ല എന്നുള്ളതാണ്. അവിടെ പിന്നെ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് CPI ആണ്. അവർക്ക് ഉള്ള സ്ഥാനവും കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥാനത്തിലേക്ക് പോവുകയുള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെയാണ് LDFിലേക്ക് ചേക്കേറാൻ മടിച്ചു നിന്നത്. 2021 എല്ലാവരും വിചാരിച്ചു ജോസ് കെ മാണി അതിൻ്റെ പിന്നാലെ ലീഗും അങ്ങോട്ടേക്ക് പോകുമെന്ന്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ UDF തകരും, അത് വേറെ കാര്യം. UDFിൻ്റെ തകർച്ച, UDFിന് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരണമെന്നുണ്ട് 2026. അവർക്കറിയാം 2031 അധികാരത്തിൽ നടക്കത്തില്ല. കിട്ടുമെങ്കിൽ ഇപ്പോഴേ ഉള്ളൂ, 26 ഉള്ളൂ. 31 ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ BJP ആധിപത്യം സ്ഥാപിക്കും. എന്തായാലും CPM തകർന്നുകൊണ്ടിരിക്കുന്നു, LDF ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഘടകകക്ഷികൾ ചിലപ്പോൾ വേറെ ഏതിലേലും ഒടുവിൽ NDA മുന്നണിയിലേക്ക് പോകും. BJP നയിക്കുന്ന CPM UDFിലും LDFിലുമുള്ള ഘടകകക്ഷികൾ. അതങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ കേരള കോൺഗ്രസ്സുകളെല്ലാം നോക്കിക്കോ, NDAയിൽ വരും, ലീഗും വരും. NDA മുന്നണിയിൽ ഉണ്ടാകാൻ പോകുന്ന സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ BDJS മറ്റു ചില കക്ഷികളും ഒക്കെ ഉണ്ട്. അതിനപ്പുറമായിട്ട് പ്രധാനപ്പെട്ട ലീഗ്, കേരള കോൺഗ്രസ്സുകൾ, എല്ലാ കേരള കോൺഗ്രസ്സുകളും കൂടി ഒന്നായിട്ട് വരാൻ പറയും. അങ്ങനെ വരുന്ന ഒരു കാലമുണ്ടാകും. അത് കേരളത്തിൽ BJP ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്താണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഘടകകക്ഷികളിലും ആ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ജോസ് കെ മാണിക്ക് വേണ്ടി ഇപ്പോൾ വലിയ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. CPM കാല് പിടിച്ച് പിന്നാലെ പൊക്കൊണ്ടിരിക്കുകയാണ്.